ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ്, എന്നാലും മടിയൊന്നും നോക്കാതെ അങ്ങോട്ട് എണീറ്റിട്ടുണ്ട്. ആ ഒരു സമയത്ത് എണീറ്റാലോ കേട്ടോ നമ്മളെ പതിവ് കാര്യങ്ങളും എല്ലാം നല്ല കൃത്യമായിട്ട് എനിക്ക് നല്ല ചിട്ടയോടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ എണീറ്റ് നമ്മളെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഫ്രഷ് ആവലും കഴിഞ്ഞിട്ടാട്ടെ ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ആദ്യം കുളിക്കാൻ വേണ്ടി നിന്നാൽ നമസ്കാരവും കാര്യമൊക്കെ അങ്ങ് വൈകി പോകട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കഴിയുന്നതും അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നു. ഇപ്പോൾ ഒരു സമയം 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ നേരത്തെ ഞാൻ വരാൻ വേണ്ടി കാരണം എനിക്ക് ഇന്ന് കുറച്ചധികം ജോലികളുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ട് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ദിവസമാണ്. കുറേ കാര്യങ്ങൾ, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ്. ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ ഞാൻ ചെറിയൊരു ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അത് കുടിക്കലാണ്. ഇപ്പോൾ എണീറ്റ ഉടനെ തന്നെ ഒരു കപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം എണീറ്റ ഉടനെ തന്നെ ഒരു കപ്പ് വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ പണിയിലേക്കൊക്കെ ഞാനൊന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളും ആരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയും. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. എൻ്റെത് നല്ല ഫീഡ്ബാക്കാണ് എനിക്കുള്ളത്. പക്ഷേ ഒരാഴ്ചയും കൂടെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ 8 മണിക്കാണ് കേട്ടോ കഴിക്കുക എന്തും. അതുവരെ നമുക്ക് വെള്ളം, ചായ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കാം, മധുരം ഇടാതെ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇത് എത്ര സമയമല്ലെങ്കിലും എന്ത് തിരക്കുള്ള പണി എനിക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അത് നമ്മളെ ചെടിയൊക്കെ നോക്കി നമ്മൾ ഗാർഡനിലൊന്ന് വന്ന് നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ ഒരു ചെറിയ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ടുള്ള രാവിലെയല്ലേ, നല്ല രസമാണ്. നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഈ മാവിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഇതിൽ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ആയി കുറച്ച് സമയം ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഇന്നിപ്പോൾ റഫീഖക്ക് നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റഫീഖ് അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ അധികം സമയം നിൽക്കാനൊന്നും നേരമില്ല. മുറ്റടിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിക്കട്ടെ. മുറ്റം ചില ദിവസം മാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് നല്ല മോശമായിട്ടുണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വരാൻ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. മുൻഭാഗത്ത് കുറച്ചധികം നമ്മളെ സപ്പോർട്ടൻ്റെ മുകളിൽ നിന്നും മാവിനിലൊക്കെ വീണിട്ട് ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അത്രയില്ല കേട്ടോ. എന്നാലും ഡെയിലി അടിച്ചു വാരിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല ഡെയിലി അടിച്ചു വാരിയാൽ പിറ്റേ ദിവസം നമുക്ക് അത്രയും റിസ്ക് ഉണ്ടാവില്ല. എന്താ പറയുക, കൂടുതൽ ഇലയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് മുറ്റടിക്കലോ റിസ്ക് അല്ലേ. അപ്പോൾ ഡെയിലി ഉള്ളത് കുറച്ചങ്ങ് അടിച്ചു പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല നീറ്റുമാണ്, നമ്മളെ പണിയും കുറച്ചുകൂടെ എളുപ്പത്തിലാവും. എനിക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും കുറച്ച് പണികൾ നമ്മൾ അന്നത്തെ ദിവസത്തെ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്തു വെച്ചാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എന്തോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി അധികമൊന്നും ഇല്ല എന്നൊരു തോന്നൽ ഞാൻ കിച്ചണിൽ നിന്നിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം കുറച്ചുകൂടെ ഒന്ന് സ്പീഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും തലേ ദിവസം ഒക്കെ അരിഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ ചെയ്താലും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് ക്ലീനിങ് ഒരുപാടുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് തന്നെ, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പൊടിയെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നല്ല പൊടിയുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്, കുറേ നാൾ അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ് കേട്ടോ. പൊടിയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. ഞാൻ അഗാരോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട്. ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ലോക്കാക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു ഒന്ന് തിരിച്ചു കൊടുത്താൽ അപ്പം അങ്ങ് ലോക്കാവുകയും ചെയ്യും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലൊരു എന്താ പറയുക, ആ ഒരു ബ്രഷ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിങ്ങനെ പൊടിയനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് പോയി നിൽക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൽ, എൻ്റെ കയ്യിലുള്ള ആ ഒരു കണ്ടെയ്നറിലേക്ക് അതിങ്ങനെ പോയിട്ട് ആ ഒരു ജാറിലേക്ക് ആ പൊടിയെല്ലാം അതിൽ ഉണ്ടാവും കേട്ടോ. ഞാനത് കാണിച്ചു തരാം, യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. മാത്രമല്ല എനിക്ക് അലർജി സംഭവം ഉണ്ടല്ലോ,
അതുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അതിൻ്റെ അടിയിലൂടെ അല്ലേ ഒരു ലൈറ്റ് UV ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ അകത്തുള്ളതും അതുപോലെ തന്നെ ബെഡിലൊക്കെ ഉള്ള ബാക്ടീരിയയും അണുക്കളെയൊക്കെ നശിപ്പിക്കും കേട്ടോ. പൂർണ്ണമായിട്ട് നശിപ്പിച്ചൊരു സൂപ്പർ ക്ലീനിങ് ആക്കൂട്ടോ നമ്മളെ അകമൊക്കെ. ഇത് സൈക്ലോണിക് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഡസ്റ്റൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. ആ ഒരു വയറില്ലേ ഭയങ്കര നല്ല ലെങ്ത് ഉണ്ട് ആ ഒരു വയറിന്. അത് നമ്മൾ പ്ലഗിൽ കൊടുക്കുക, സ്വിച്ച് ഓൺ ആക്കുക. ഇവിടെ ഈ ഒരു ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് ഓണാക്കിയിട്ട് അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ചാടി കളിച്ച് അന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം തട്ടി വിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ മുകളിലായാലും ഇത് ഞാൻ വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ എന്തൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബെഡ്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ്, അതായത് നമ്മളെ പുതപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ, അത് കംഫർട്ട്, അത് പിന്നെ ഈ സോഫ, കർട്ടന്, കാർപ്പറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ ബെഡിൽ നിങ്ങൾ വലിയ പൊടിയും ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ ബിസ്ക്കറ്റ് പൊടി ഇതൊക്കെ അവർ കഴിക്കുന്നതൊക്കെ കൊണ്ടുവിടൂല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് റസ്ക് പൊടി ആക്കിയതാട്ടോ. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടെ. ഞാൻ ചെയ്യുമ്പോൾ ഒരൊറ്റ വലിക്കലിൽ തന്നെ അത് ഫുള്ള് അതിനെങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മളെ ബെഡ്ഷീറ്റിൽ ഇങ്ങനത്തെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ബെഡ് ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവുക നമ്മൾ കണ്ണിൽ പെടാത്ത പൊടിയും കാര്യങ്ങളൊക്കെ ബെഡിൻ്റെ ആ ഒരു അരികിലും ഒക്കെ വന്ന് നിൽക്കൂലേ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഉള്ള ഭാഗം ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പൊടിയും കാര്യമൊക്കെ നന്നായിട്ട് ഇത് കണ്ടോ, ഞാനായിട്ട് ഇട്ടതും പൊടിയും ഒക്കെ ആയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെഡിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കാണാത്ത പൊടികളാണ് നമ്മളെ ബെഡിലുണ്ടാവുക. അതുപോലെ തന്നെ ബെഡിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കും അല്ലേ. പക്ഷെ അതൊക്കെ ശരിക്കും ഈ അലർജിയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര ചുമയും തുമ്മലും ഒക്കെ എനിക്കങ്ങനത്തെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണവും. അപ്പോൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ആ ഒരു എന്താണോ ഇതിലുള്ള പൊടികൾ അതൊക്കെ അതിലേക്ക് പോകട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊടി വലിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എല്ലാം സക്ക് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കും. നമ്മളത് അറിയ പോലും ഇല്ല, ഒരു തുമ്മലോ ഒന്നും നമുക്ക് വരില്ല. 400 വോൾട്ട് പവർഫുൾ മോട്ടറാണ് കേട്ടോ ഇതിലവർ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ സ്പീഡിലാണ് കേട്ടോ. ഇത് നല്ല സ്പീഡിൽ തന്നെയാണ് ഇതിങ്ങനെ സക്ക് ചെയ്തെടുക്കുന്നത്. ബെഡ് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താലില്ലേ നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സോഫ, കർട്ടൻ, അതുപോലെ തന്നെ കാർപ്പറ്റ്, നമ്മൾ മാറ്റ് കാര്യങ്ങൾ ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് നമ്മളൊരു അയൺ ബോക്സ് കൈ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ. എന്നിട്ടിങ്ങനെ അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ റെസ്റ്റ് എടുക്കുന്നൊക്കെ ഒരു സമയത്ത് എൻ്റെ ബെഡൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിലുള്ള വന്നിട്ടുള്ള പൊടിയും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. സോഫയൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് കണ്ടോ, നമ്മളാ മൊത്തം ഇത് ബെഡ് ക്ലീൻ ആക്കിയതാണ്. സോറി. അപ്പോൾ ഇത് കണ്ടോ, മുടി അതിലുള്ള എല്ലാം നമുക്കിങ്ങനെ അത് വലിച്ചെടുക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മാറ്റില്ലേ നമ്മളെ കാർപ്പറ്റ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ഒന്നും ആക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിലേക്ക് പൊടി കയറും. ഞാൻ നമ്മൾ ആദ്യം എടുത്തത് കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചില്ലേ, എടുത്തില്ലേ, എന്നിട്ട് രണ്ടാമത് കയറുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ എത്ര പെട്ടെന്ന് അതിലേക്ക് ആവുന്നതെന്നറിയാം.
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ നീറ്റാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ. നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇത്രയും പൊടികൾ ഞാൻ നമ്മുടെ കാർപ്പറ്റ് പകുതി ആക്കിയിട്ടുള്ളൂ കേട്ടോ. പകുതിയും ആയിട്ടില്ല, അപ്പോഴത്തേക്കും കിട്ടിയതാണ് ഇത് ഇത്രയും. ഇത് കണ്ടോ, നമ്മൾ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണിത് ഇത്. പിന്നെ ഇതിൽ നമ്മൾ UV ലൈറ്റ് ബാക്ടീരിയനെ നശിപ്പിക്കുക, ആ ഒരു സംഭവം എനിക്ക് അത് ഒന്നുകൂടി ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ചവിട്ടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ അതൊക്കെ. അതുപോലെ തന്നെ ബെഡും നമ്മളെപ്പോഴും അങ്ങനെ ക്ലീൻ ആക്കുന്നൊരു ഏരിയ അല്ലല്ലോ, വെറുതെ ഇങ്ങനെ തട്ടിപ്പോവുകയല്ലേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ കാർപ്പറ്റ് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സോഫ ഒരു ഏരിയ ക്ലീൻ ആക്കി. അങ്ങനെ ഇനി ഓരോ ദിവസങ്ങളായിട്ട് കുറച്ച് ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കർട്ടനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് പൊടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏത് കർട്ടനും, ഇതാണെങ്കിലും ക്ലോത്തിൻ്റെതാണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അകത്ത് ചെടികളും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അകത്തേക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ ലിവിങ്ങും ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ഇനിയിപ്പോൾ എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ. അതെല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെത് ഇങ്ങനെയാണുള്ളത്. ഞാനും കൊണ്ടുവെക്കും, എല്ലാവരും കൊണ്ടുവെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യാനിരുന്ന് പകുതിയാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ലാപ്പും എൻ്റെ ഡയറി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതും കാര്യങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. അപ്പോൾ ഇന്നലെ രാത്രി അതൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊന്നും ചെയ്യാതെ ഞാൻ കിച്ചണിലേക്ക് ഫുഡ് ആക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട്, ഇപ്പോൾ ഒരു 6 മണിക്കല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തേ, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പണികൾ എനിക്ക് തീർക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലേ. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിലാണ് കേട്ടോ ഞാൻ പണികളൊക്കെ എടുക്കൽ. നമ്മൾ പണി എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അത് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന സമയം കൊണ്ട് ഞാൻ തീർക്കും, ഇത്ര സമയം കൊണ്ട് ഞാൻ ഇത് തീർത്തിട്ട് എനിക്ക് അപ്പുറത്തേക്ക് പോവാം, അങ്ങനത്തെ ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ അങ്ങ് നിന്നു പോകും. ഒരു പണി ചെയ്ത് അതിൽ തന്നെ നിന്നിട്ട് ആ ഒരു പണി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് പണി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ ചിലർക്ക് രാവിലെ കിച്ചണിൽ കയറുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുക, ഒരു സമയം ലിമിറ്റ് ആക്കുക. എന്നിട്ട് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അത് തീർക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കി പണികൾ പ്ലാൻ ചെയ്യുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉച്ച പണി, ഇപ്പം എത്ര ചെറിയ പണിയാണെങ്കിലും ചിലർ കറങ്ങിത്തിരിഞ്ഞ് ഉച്ചയാക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ആക്കും, അല്ലെങ്കിൽ ഒരു 3 മണി 4 മണിയോടൊക്കെ അടുപ്പിച്ച് ആക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കണക്ക് കൂട്ടി ചെയ്ത് കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് നമ്മളെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂട്ടോ. അത് എത്ര വലിയ വീടാണെങ്കിലും എങ്ങനത്തെ പണിയുള്ള വീടാണെങ്കിലും നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പണി തീർത്ത് നമുക്കൊന്ന് ഫ്രീ ആവണമല്ലോ. നമ്മളതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ പഠിക്കാനും അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മളതായിട്ട് ഇനിയിപ്പോൾ അങ്ങനത്തതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ, ഇപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ, പൂച്ചെടിയിലൊക്കെ ഉണ്ടാക്കാൻ, അങ്ങനത്തെതൊക്കെ പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യാൻ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ ടൈമില്ല എന്നുള്ള ഒരു പരാതി പറയലുണ്ട്, ഒന്നിനും സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ. അതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, കുട്ടികളെ കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല, അതിനൊന്നും എനിക്ക് സമയം കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം നിങ്ങൾ രാവിലെ ഈ ഫോണ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും അർജൻറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഫോൺ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് എൻ്റെ ചെയ്യാനുള്ള പണികൾ ഞാൻ തീർത്തിട്ടേ ഫോൺ എടുക്കൂ, അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി പോവോ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും, നിങ്ങളെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യല്ല, തീർന്നിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം. ഞാൻ പറഞ്ഞല്ലോ റഫീഖൊക്കെ പോകാനുണ്ടെന്ന്. അപ്പോൾ മാത്രമല്ല എനിക്കായാലും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ ചിലരൊക്കെ സമയം പറയലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ പറയുന്നത്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ നമ്മൾ മാവ് അരച്ച് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക ചിക്കനൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഒരു ഈസി നല്ല റിച്ചായിട്ടുള്ള ഒരു ചിക്കൻ കറി അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി കറിയാണ്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും വേണ്ടി പറ്റും കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 കിലോ ചിക്കനിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 സവാള ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. സോഫ്റ്റ് ആക്കിയിട്ടല്ല, നമ്മൾ ബിരിയാണിയിലേക്കൊന്ന് ദം ചെയ്യാനുള്ളത് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഒനിയൻ ഫ്രൈ ചെയ്യില്ല അതുപോലെ. അതാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ബാക്കി വെളിച്ചെണ്ണ അതിലുണ്ടാവും കേട്ടോ നമുക്ക്. അതവിടെ ഫ്രൈ ആകട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കറിക്കുള്ള. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പുളിയുള്ളത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 ടല്ലി വെളുത്തുള്ളി, അത്രയും മതി കേട്ടോ. 5-6 അല്ലി വെളുത്തുള്ളിയൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ മസാല തേച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും ഞാൻ അങ്ങനെ വെക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ സവാള ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അതിൽ ബാക്കിയുണ്ട് കേട്ടോ. ബാക്കി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി അത് മുഴുവനായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 5-8 കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കുറച്ച് ബദാം, അത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. നമ്മളെ പുളിയില്ലാത്ത തൈരില്ലേ, അതാണ് കേട്ടോ എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ കറിയിലേക്ക് പുളി വരും, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, തൈര് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് നമ്മളെ ബാക്കിയുള്ള എണ്ണയിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടെ ചേർത്ത് ഒരു 2 പിഞ്ച് വിലേജ് ജീരകം, ഒരു 1/4 ടീസ്പൂൺ വിലേജ് ജീരകം കൂടെ ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചിക്കൻ ആ മസാലയോട് കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കനാണ്, എന്നാൽ വെറൈറ്റി ഒരു ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ പൊറോട്ടയിലേക്കും പത്തിരി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. അതിലേക്ക് ഞാൻ ഒരു നിങ്ങൾക്ക് എത്രയാണ് ചിക്കൻ അതിനനുസരിച്ച് ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് ഒന്ന് റോസ്റ്റ് ആവട്ടെ കേട്ടോ. ഇതുപോലെ കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ ഒനിയൻ പേസ്റ്റ് ഇല്ലേ, ഒനിയൻ കാഷ്യൂനട്ടോ ബദാമിൻ്റെ പേസ്റ്റ്, അത് നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരക്കുക കേട്ടോ. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിക്കായിട്ട് വരും കേട്ടോ, കാഷ്യൂനട്ടും ബദാമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊള്ളുക. അതുകൊണ്ടോ നല്ല എന്താ പറയുക, നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ് കേട്ടോ നമ്മൾ ഗ്രേവിക്കുള്ളത്. ഇനി ആ ഒരു ജാറിലേക്ക് തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം നമുക്ക് ഇന്നൊരു വെറൈറ്റി അപ്പം ഉണ്ടാക്കാം. 2 എഗ്ഗ്, അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ, ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മല്ലിയില, കുറച്ച് ഉപ്പ്, കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇത് കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയിൽ മാത്രം ചെയ്തെടുക്കാം. മൈദയിൽ ചെയ്തെടുത്താൽ നല്ല രസമാണ് കാണാനും കഴിക്കാനും. അതെ, ഞാനിപ്പോൾ മൈദ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് സാധാ നമ്മൾ ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിലോ പച്ചവെള്ളത്തിലോ, അതൊക്കെ നിങ്ങളിഷ്ടം, കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടാക്കി കുറച്ച് പൊടി, മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഈ മടക്ക് ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി, കാണാൻ ഭംഗി എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ കാണാൻ അതുപോലെ നമ്മൾ ഇട്ടതൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ മൈദപ്പൊടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ടേസ്റ്റും കൂടും. പിന്നെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആ റെഡ് കളറും മല്ലിയിലേൻ്റെ ഗ്രീൻ കളറും ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. ഒരു പാർട്ടിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാനിപ്പം മൈദ വേണ്ടാത്തത് കൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി റിച്ച് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗ്രേവിയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ലൂസാക്കുക, കാര്യം ഒരുപാട് ലൂസാക്കരുത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചുകൂടെ ലൂസാക്കുക, കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാക്കിയാൽ മതി കേട്ടോ, കുറച്ച്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂടെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇതാ എല്ലാം ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ തവ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഗീയോ ഓയിലോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾ ഇഷ്ടം പോലെ ആക്കി കൊടുക്കുക. ഇനി ആക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ മുട്ട മിക്സില്ലേ അതിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാപ്സിക്കം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഗോതമ്പ് ആയതുകൊണ്ട് അത് കാണുമൊന്നുമില്ല, പിന്നെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രീതി നിങ്ങൾ മൈദയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ രീതി കാണിച്ചു തന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്യാപ്സിക്കം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ എഗ്ഗിലാക്കിയത് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊള്ളി വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി കുക്കാക്കി എടുക്കുന്ന പോലെ തന്നെ കുക്കായിട്ട് വരും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കുക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തുനിന്ന് അതിങ്ങനെ ലെയർ വിട്ട് അതിങ്ങനെ പൊങ്ങി വരും, നന്നായിട്ട് ഇങ്ങനെ ബോള് പോലെ പൊങ്ങി വരും. ഇതുപോലെ ഓരോ ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ലെയറായിട്ട് പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഗോതമ്പ് പൊടിയിലാണെങ്കിലും മൈദയിലാണെങ്കിലും കുഴക്കുന്ന സമയത്ത് ഒരു കപ്പ് പൊടിക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഒരു ടീസ്പൂൺ പഞ്ചസാര മാവിൽ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത്. കട്ടൻ ചായൻ്റെ കൂടെ തന്നെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും ഒരു ദോശ, പുട്ട്, ഇഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് ലീവുള്ള ദിവസമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിന് കുട്ടികൾക്കാകുമ്പോൾ കറിയൊന്നും വേണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. റഫീഖക്ക് കൊടുത്തു. റഫീഖ ഡ്യൂട്ടിക്ക് പോയിട്ടാ, കുറച്ച് തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലേറ്റ് ഞാൻ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്നും ഒരേ ഫുഡ് കഴിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ഫുഡ് തന്നെ നാളെയും ഫോളോ ചെയ്യേണ്ട. ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ നമ്മൾ കഴിക്കുന്നത് മാറ്റം വരുത്തി എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളെ ശരീരത്തിന് എല്ലാം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരേ സംഭവം തന്നെ പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് കറക്റ്റ്. ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടാകാതെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ എനിക്ക് ശീലമായിട്ടാണ്. ശരീരത്തിന് നല്ല സുഖമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓഫാക്കുകയാണ്. പിന്നെ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര വിശന്ന് അങ്ങനത്തെ ഒരു ഫീൽ എനിക്കില്ല കേട്ടോ. 1-2 ദിവസം ഉണ്ടായി. ഞാൻ ആ ഒരു രാത്രി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് റെഡിയായി. പക്ഷേ അതെനിക്കൊരു ശീലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ നോക്കുക. എനിക്ക് നല്ല ശരീരത്തിന് നല്ല സുഖമാണ് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. ഭയങ്കര ഒരു ഇഷ്ടം ഇതിനോട്, ഈ ഒരു ഡയറ്റ്. ഇത് ശരിക്കും നമുക്ക് കൊളസ്ട്രോൾ ഒന്നും വരാണ്ടിരിക്കാനും, ഉള്ള കൊളസ്ട്രോൾ പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഷുഗർ അങ്ങനത്തെ ഒന്നും വരാണ്ടിരിക്കാനും, ഉള്ളവരാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അനാറ്, കുറച്ച് കാഷ്യൂനട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ചിക്കൻ നമ്മളെ ഗ്രേവി ആണല്ലോ എടുക്കുന്നത്, ചിക്കൻ പീസ് എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് എഗ്ഗ് കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എഗ്ഗ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗ് കഴിക്കാം.
പിന്നെ ബട്ടർ ഫ്രൂട്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇങ്ങനെ പച്ചക്ക് ഒന്നും ഇടാതെ മധുരമൊന്നും ഇടാതെ എങ്ങനെ കഴിക്കുക, കയ്പ്പുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. ആദ്യം എനിക്ക് മധുരമൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മധുരം ഒഴിവാക്കിയത് കൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബട്ടർ ഫ്രൂട്ട് ഒരു ബട്ടറി ടേസ്റ്റ് ഇല്ലേ, അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ആദ്യം എനിക്ക് മധുരവും പാലൊക്കെ ഒഴിക്കണമായിരുന്നു. ഇപ്പം ഞാൻ അതിലേക്ക് ഓക്കെ ആയിട്ടുണ്ട്. നല്ല ഭയങ്കര നമുക്ക് ഹെൽത്തിന് ഭയങ്കര എല്ലാവർക്കും ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ ബട്ടർ ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അവർക്ക് ഷെയ്ക്കാക്കിയിട്ടോ മധുരമൊക്കെ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ മധുരം സ്കിപ്പ് ചെയ്യുന്നതെന്ന് മാത്രം. നമ്മുടെ ഗർഭപാത്രത്തിലെ ഫങ്ഷൻസിനും ഒക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. അവർ അയ്യേ എന്നൊക്കെ പറയുമ്പോൾ ചിലരെ വീട്ടിലുണ്ടാവും, പക്ഷെ ആരും കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഡോക്ടേഴ്സ് പറയുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് മനസ്സിലായിട്ട് അവർ കഴിച്ചോളും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു നേരം അത് ഷെയ്ക്കാക്കിയിട്ട് ഡേറ്റ്സ് മധുരത്തിന് പകരം നമുക്ക് ഹണി ചേർക്കാം, ഡേറ്റ്സ് ചേർക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കുറച്ച് മധുരമൊന്നും കുഴപ്പമില്ലല്ലോ, പാലും മധുരവും ഒക്കെ ചേർത്തിട്ട് ആ രീതിയിലും ആക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്സിലൊക്കെ ഇട്ടിട്ട് ഒരു ഷേക്കൊക്കെ ആക്കിയിട്ട് ആ രീതിയിൽ കഴിക്കുക. അത് മാത്രമായിട്ട് ബനാന നമ്മളെ നേന്ത്രപ്പഴമോ മറ്റേ സാദാ പഴമൊക്കെ ഇട്ടിട്ട് ഷേക്കാക്കിയിട്ട് കഴിക്കാട്ടെ. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ. ഇഷ്ടത്തിൻ്റെ മാത്രമല്ല, എനിക്ക് തണുപ്പ് ഒക്കെ കുടിക്കുന്ന സമയത്ത് അലർജി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ചൂട് സംഭവങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് കഴിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം വരില്ല അങ്ങനെ. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുറച്ച് ക്ലീനിങ്ങും തുടക്കൽ നമ്മൾ രാവിലെ ബാക്കിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ളൊരു ലഞ്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുക്കറിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനെടുത്തിട്ടുണ്ട്. ഇപ്പം അതൊന്ന് വരട്ടണം, എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അത് മാത്രമേ ആക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളെ ചിക്കൻ രാവിലെ ഉണ്ടാക്കി ചിക്കൻ ഗ്രേവി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അത് തന്നെയാണ് ഇനി രാത്രിയിലേക്ക് എടുക്കുക കേട്ടോ. ഞാൻ വൈകുന്നേരം കഴിക്കും. ചപ്പാത്തിയോ മാവോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആക്കും. അതിൻ്റെ കൂടെ അതാണ് എടുക്കുക. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മളത് എടുക്കൂല. അതുകൊണ്ടാണ് ഉച്ചക്കത്തേക്ക് എടുക്കാത്തത്. ഉച്ചക്കത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മീനൊന്ന് വരട്ടുന്നു, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറി പോലെ ഭയങ്കര ലൂസാക്കിയിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഈ വറ്റിച്ചെടുക്കൂലേ, അപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നൊരു വറ്റിക്കലാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് മീൻ പൊരിക്കുകയും ചെയ്യും കേട്ടോ. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് കട്ടാക്കിയിട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരു 4-5 ചതച്ചിട്ട് കൊടുത്തു. അരിഞ്ഞിട്ട് കൊടുത്താലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ അത്രയും മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ, ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ കുടംപുളിയാണ് കേട്ടോ. കുടംപുളി പച്ച കുടംപുളിയാണ്, ഇപ്പം വീഴുന്ന കുടംപുളിയില്ല, അതാണ് കേട്ടോ. അതാണ് ആ കളറ്, ഉണങ്ങിയതല്ല. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക കേട്ടോ. തക്കാളിയും മസാലയും എല്ലാം കൂടെ. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇനി നമ്മുടെ ചെറിയ അയിലല്ലേ, കുഞ്ഞനയില, അതാണ് കേട്ടോ ഉള്ളത്. ബാബു കൊണ്ടുവന്ന അയിലയാണ് കേട്ടത്. അപ്പോൾ അത് നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തീർത്ത് വരുന്നുണ്ട്. അപ്പോൾ അധികവും കറി വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫ്രൈ ചെയ്യാറുണ്ട്, പക്ഷേ ഫ്രൈ ചെയ്ത് അധികം കഴിക്കാറില്ല. അങ്ങനെ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാ നമ്മളെ മീനും കൂടെ റെഡിയാകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറതാ വിസിൽ വന്ന് അവിടെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എയറെല്ലാം പോയിട്ടുണ്ട്, അതൊന്ന് വാർത്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോൾ നമ്മുടെ മുടുങ്ങച്ചപ്പ്, ചിലർക്കൊന്നും അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, ചുക്കുട്ടിയില, കാക്കച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അപ്പോൾ അത് ഇതാ വാവനൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് തേങ്ങ കേട്ടോ. തേങ്ങയൊന്നും ഇപ്പോൾ അധികം എടുക്കാൻ തോന്നൂല അല്ലേ. തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച്. നമുക്ക് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞത് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് മീൻകറി അവിടെ ബാക്കിയുണ്ട്. കുറച്ച് ഇന്നലത്തെ മത്തൻ നമ്മളിങ്ങനെ ഉടച്ച് തുമ്പിക്കൂലേ, അതും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഇതും കൂടെ കുറച്ചൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഉപ്പേരിയൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഉപ്പേരിയൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക കേട്ടോ. തോരൻ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുക. ചോറ് അത്രയും കുറയ്ക്കുക, അളവ് കുറയ്ക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ വല്ലാണ്ട് വിശപ്പില്ല. ഉള്ള സമയത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ആവശ്യമുള്ള നല്ല ഐറ്റംസ് നോക്കിയിട്ട് നല്ല സംഭവങ്ങൾ നോക്കിയിട്ട് കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസും സാലഡും ഒക്കെ ആയിട്ട്, അതായത് മെയിൻ ഫുഡിൻ്റെ കൂടെ തന്നെ കേട്ടോ. ഇതാ ഞാൻ ആ സമയം അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് പുറത്ത്, ഞാൻ രാവിലത്തെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകുന്നുണ്ടാവും. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാണ് നമ്മുടെ ആ സ്റ്റാൻഡില്ലേ ഡിഷ് റാക്ക്, അത് പുറത്തേക്ക് കൊണ്ടുവെക്കും കേട്ടോ. നമ്മൾ അമ്മീൻ്റെ മുകളിൽ കൊണ്ടുവെക്കും. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പാത്രം കഴുകി, ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചൊന്ന് 2 പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് അതിലേക്ക് കഴുകിയിട്ട് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക. പിന്നെ വൈകുന്നേരം അതെടുത്തിട്ട് കബോർഡിൻ്റെ ഉള്ളിലേക്ക്, അപ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങോട്ടേക്ക് മഴ കൊള്ളൂല, അപ്പോൾ എല്ലാം ഉണങ്ങി അത് വൈകുന്നേരം എടുത്തു വെക്കുകയാണ് കേട്ടോ ചെയ്യുക. വൈകുന്നേരം നമുക്കൊരു എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനും, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ റാക്കിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ആ കൗണ്ടർ ടോപ്പ് കൂടെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ. നമ്മൾ എപ്പോഴും സിങ്ക് എപ്പോഴും ക്ലീൻ ആക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ, അതായത് കിച്ചണിലെ പണികൾ കഴിഞ്ഞാൽ അപ്പം തന്നെ സിങ്ക് നന്നായി ക്ലീൻ ആയിട്ട് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കും ക്ലീന്, പാത്രങ്ങളും അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കും. ഒരു ബാഡ് സ്മെല്ലും അണുക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് എഡിറ്റിങ് ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ പണി ഞാൻ 9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിന് ഇരുന്നാൽ പിന്നെ ഒന്നും സമയം പോകുന്നത് അറിയേയില്ല കേട്ടോ. പിന്നെ എൻ്റെ നമസ്കാരത്തിനും കാര്യങ്ങൾക്കും മാത്രമാണ് ഞാൻ പിന്നെ ഇവിടെ എണീക്കുക. എന്നാലും ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആവും, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് അന്ന് പോകേണ്ട, അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന അന്ന് പോകേണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ വേഗം പണി തീർത്തിട്ട് വേഗം കയറാൻ കാരണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളെ ആവശ്യത്തിനുള്ള സമയവും ഫ്രീ ടൈമും ഒക്കെ നമുക്ക് കിട്ടും. അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിരിക്കാതെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമും കാര്യങ്ങളും എല്ലാം കിട്ടും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് റിലാക്സ് ചെയ്യാം, നമ്മൾ ഫോണ് കാണാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, കോൾ ചെയ്യാം, അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിന് ശേഷം നല്ല റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് അധികവും എൻ്റെ റൊട്ടീന് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ല, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയേ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ഇന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന സമയത്ത് ഞാൻ തീർക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്ക്. നിങ്ങൾക്കും വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, മടിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ 12 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസം വാവ ഈ സമയത്ത് കഴിക്കൂല കേട്ടോ, കാരണം ഞാനല്ലേ ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വാവയും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ആരംഭിച്ചോ, അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.